നമ്മുടെ തിരുവനന്തപുരം കൊഞ്ചിലുള്ള ദേവി ക്ഷേത്രത്തിൽ നിന്ന് ജസ്റ്റ് ഒരു 500 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഇത് ഒരു വീടും അത് മീഡിയം ബഡ്ജറ്റിന് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഇത് ഈ ഒരു വീടാണ് നമുക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അത് പക്ക റെസിഡൻഷ്യൽ ഏരിയ. അതാ കണ്ടോ, പുതിയ വീടുകളൊക്കെ വരുന്നുണ്ടോ. കൊഞ്ചിറയുള്ള ദേവി ക്ഷേത്രത്തിന് അടുത്താണ്. അതേപോലെ ആറ്റുകാലിൽ നിന്ന് നമുക്കൊരു 1.6 കിലോമീറ്റർ വരും. നമ്മുടെ ആറ്റുകാൽ മെയിൻ ഇത് നടവഴിയുടെ അവിടെ നിന്ന് ഒരു 1.6 കിലോമീറ്ററാണ് വരുന്നത്. അതേപോലെ ലോറിയാസസ് വഴിയാണ് വന്നിട്ടുള്ളത്. നമുക്കിത് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ കല്ലടിമുഖം ജംഗ്ഷൻ അടുത്താണ് നമ്മുടെ വീട് വരുന്നത്. കല്ലടിമുഖം ജംഗ്ഷൻ കയറിയിട്ട് നേരെ ഇവിടെ നിന്ന് റൈറ്റ് കയറിയാൽ മതി. ആറ്റുകാൽ പോകണം, അവിടെ നിന്ന് റൈറ്റ് കയറണം. നമ്മൾ അമ്പലത്തറ മിൽമയെന്ന് വരെയാണെങ്കിൽ കല്ലടിമുഖം ജംഗ്ഷൻ വരിക, അവിടെ നിന്ന് നിങ്ങൾക്ക് റൈറ്റ് കയറുമ്പോൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് എത്താൻ പറ്റും. ഇതാണ് വീട്. ഒരു കീടിന വീടാണ് ഇത്. ചൂടുകല്ല് കേട്ടിൽ തീർത്ത വീടാണ്. പുതിയ വീട് പോലെ ഇരിക്കും. നിങ്ങൾ അക്കങ്ങട്ട പുതിയ വീടെന്ന് വിചാരിക്കും. പക്ഷേ ഏകദേശം ഒരു 10 വർഷം പഴക്കമുള്ള വീടാണ്. പക്ഷെ നല്ല അടിപൊളി കീടിലായിട്ട് പുതിയതായിട്ട് റെനോവേഷൻ ചെയ്തെടുത്ത വീടാണ്. ഇതിൻ്റെ റെനോവേഷൻ ചെയ്ത് നിങ്ങൾ അകത്ത് കാണണം, നല്ല സൂപ്പറാണ്. മൊത്തം 3 BHK ആണ് വരുന്നത്. 3 BHK വീട്, നല്ല അടിപൊളി വീടാണ്. നമുക്ക് എന്തായാലും വീട് പോയി കാണാം. അതിന് മുമ്പേ വഴി കണ്ടല്ല, വലിയ ലോറിക്ക് വരെ പോകാൻ പറ്റുന്ന വഴി. നിങ്ങൾ വലിയ കാറുണ്ടെങ്കിൽ ഇതാ ഇവിടെ പാർക്ക് ചെയ്യാനും പറ്റി. ഇതൊരു അർജൻറ്റ് സെയിലായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് നല്ല വില കുറവിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ വില ഞാൻ ലാസ്റ്റ് പറയണത് നല്ല വില കുറവാണ്. ഇതാണ് നമ്മുടെ വീട്. കണ്ട നല്ല സൂപ്പർ വീടാണ്. ഈ ഒരു വീട്ടിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് മുകളിൽ കണ്ട ആ റൂഫിങ് വേണ്ട, അത് ഓട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്നറിയാമോ? ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ചൂട് കുറയ്ക്കാൻ വേണ്ടി. ഇവിടെ AC പോലെ ആവശ്യം വരില്ല. കാരണം കണ്ട അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ട് ഇത് വെറൈറ്റിയാണ്. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. കൂടുതൽ വീടുകളിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ഇങ്ങനെ ഓടിൻ്റെ ഇത് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ വീട്ടിൽ കയറിയിട്ട് ഇനി വലിയ റെനോവേഷൻ വർക്ക് വരുമില്ല. കാരണം എല്ലാവരും ചെയ്തിട്ടിട്ടുണ്ട്. പഴയ വീട് ആയിരുന്നു, അതിനെ എല്ലാം പുതുക്കി റെനോവേഷൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ മോഡൽ കിച്ചണാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീട് കാണാം. ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. ലിവിങ് സ്പേസിൽ നിന്ന് നേരെ കയറി വരുമ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റത്തെ ബെഡ്റൂമിൽ ഇതാ കബോർഡ് വർക്കുണ്ട്. കബോർഡ് വർക്കുണ്ട്. അതേപോലെ ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം. നല്ലൊരു സൂപ്പർ ബാത്റൂമും ഉണ്ട്. ഇത് ബ്രാൻഡ് ഇത് അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെയാണ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് നല്ല കമ്പനിയാണ്. നല്ല കമ്പനി സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി റെനോവേഷൻ ചെയ്തെടുത്ത നല്ല കിടിലൻ വീടാണ്. ചുടുകല്ല് കേട്ട് വീടായതുകൊണ്ട് പിന്നെ ഗ്യാരണ്ടീഡാണ്. അതേപോലെ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. നല്ലൊരു കിടില നല്ല അടിപൊളി ഗ്രാനൈറ്റിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവെർട്ടറൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ അതിൻ്റെ പ്രൊവിഷനായിട്ട് നമുക്ക് ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇൻവെർട്ടറിൻ്റെ ഇവിടെ ആയിട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റും. TV യൂണിറ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ TV യൂണിറ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ അതേപോലെ ഡൈനിങ് സ്പേസ് ഇവിടെയാണ് വരുന്നത്. വാഷിംഗ് മെഷീൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ വാഷിംഗ് മെഷീനും കൊടുക്കാൻ പറ്റും. ഇവിടെ പ്രൊവിഷനുണ്ട് വാഷിംഗ് മെഷീൻ്റെ. പിന്നെ നേരെ കയറി നമ്മൾ ഡൈനിങ് സ്പേസിൽ നിന്ന് നേരെ കയറുമ്പോൾ നമ്മുടെ ഓപ്പൺ മോഡൽ കിച്ചണായി. ഈ ഓപ്പൺ മോഡൽ കിച്ചണിലൊക്കെ കണ്ട ഫുള്ള് പ്ലൈവുഡ് ഉണ്ട്, ഫുള്ള് കബോർഡ് ഉണ്ട്, നല്ല സൂപ്പർ കബോർഡ് ഉണ്ട്. ഇത് നല്ല വീട് നല്ല കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് പഴയ വീടിനെ റെനോവേഷൻ ചെയ്തെടുത്ത് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ അർജൻറ്റ് സെയിലായതുകൊണ്ടാണ് ഈ വിലയ്ക്ക് കൊടുക്കുന്നത്. വില ഞാൻ പറയണുണ്ട്. ഇത് നല്ല സ്പേസും ഉണ്ട്. കണ്ട 5 സെൻറ്റ് സ്ഥലം ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. ഇത് സത്യം പറഞ്ഞാൽ 5 സെൻറ്റിൽ നിന്ന് കുറച്ചുകൂടെ വരും. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടായിരിക്കും കിട്ടുന്നത്. കാരണം പ്രമാണത്തിൽ 5 സെൻറ്റിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ള കുറച്ച് ലിങ്ക്സ് ആയിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രമാണത്തിലുള്ള പൈസ കൊടുത്താൽ മതി, അത് നിങ്ങൾക്ക് ഫ്രീ. അങ്ങനെ ഒരു ഓഫർ കൂടെ ഉണ്ട്. അപ്പോൾ കണ്ട നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ബാത്റൂമിൻ്റെ ഇതാണ് വരുന്നത്. കണ്ട ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിൽ ചെറിയ കൃഷി ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ വാട്ടർ കണക്ഷൻ പൈപ്പ് ലൈൻ കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഏരിയയിൽ ഇത്രയും കല്ലടി മുഖത്ത് കൊഞ്ചിറയുള്ള ദേവീക്ഷേത്രത്തിന് അടുത്ത് ഇത്ര വില കുറവിൽ ഒരു പ്രോപ്പർട്ടി കിട്ടാൻ പാടായിരിക്കും. കാരണം ഇവിടെ നിങ്ങൾക്ക് അറിയായിരിക്കില്ല, സെന്റിന് തന്നെ 10-11 ലക്ഷം ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്രയും വിലയുള്ള ഒരു ഏരിയയിലാണ് ഈ ഒരു വീട് വന്നിട്ടുള്ളത്. അത് പക്ക കിടിലൻ വീടുകൾ, പുതിയ വീടുകൾ വരുന്നുണ്ട്. നിങ്ങൾ ഈ ഏരിയയുടെ ഫ്രണ്ടിൽ പോയി നോക്കിയാൽ മതി, ഇഷ്ടംപോലെ പുതിയ വീടുകൾ വരുന്നുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ മുകളിലൊരു ബെഡ്റൂം ഉണ്ട്. അത് കയറണമെങ്കിൽ നമുക്കിപ്പോൾ വെളിയിൽ കൂടെയാണ് പോകാണ്ട്. വെളിയിലാണ് സ്റ്റെപ്പിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് പോയി കാണാം. ടൈൽസ് വന്നിട്ടുള്ള ജോൺസൺ ആണ്. ജോൺസന്റെ ടൈൽസ് ആണ്. ജോൺസന്റെ ടൈൽസ്. ഫ്രണ്ടിൽ നമ്മുടെ ഡോർ തന്നെ പ്ലാവിൻ്റെ ഡോറും. നമ്മളിതാ നേരെ കയറി വരുമ്പോൾ ഇവിടെയൊക്കെ വാഴയൊക്കെ നട്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഉണ്ട് നല്ല വാഴയൊക്കെ ഉണ്ട്. ഇവിടെ നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് 5 സെൻറ്റ് ആയതുകൊണ്ട് നല്ല സ്പേസ് ഉണ്ട്. നമുക്കിത് നേരെ മുകളിലോട്ട് കയറി പോകുമ്പോഴാണ് ഇത് നിങ്ങൾക്ക് കിടിലായിട്ട് റെൻറ്റിനും കൊടുക്കാമേ. ഇപ്പോൾ വാങ്ങിച്ചിട്ട് റെൻറ്റിന് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. കാരണം അതിനാണ് ഇവിടെ മുകളിൽ വേണമെങ്കിൽ ഇത് താഴെ നിങ്ങൾക്ക് താമസിച്ചിട്ട് മുകളിൽ വേണമെങ്കിൽ റെൻറ്റിന് കൊടുക്കാം. ഇത് ചെറിയൊരു എമൗണ്ട് റെൻറ്റിന് കൊടുക്കാം. ആക്ച്വലി ഇതിപ്പം ഇതാണ് നമ്മുടെ മുകളിലത്തെ റൂം. ഇത് നേരത്തെ ഇവിടെ കൂടെ ആയിരുന്നു വഴിയായിരുന്നത്.
അതിനെ കട്ട് ചെയ്തിട്ട് താഴെ ബാത്റൂം ആക്കി, താഴെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ആക്കി സെറ്റ് ആക്കിയോണ്ടാണ് ഇവിടെ ഈ സ്പേസ് വരാത്തത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെന്റിന് കൊടുക്കാം. മുകളിലത്തെ ഏരിയ റെന്റിന് കൊടുക്കാൻ കണ്ട. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റൂഫിങ് ഉണ്ട്, സെറ്റാണ് കേട്ടോ. ചുടുകല്ല് ഇത് നമ്മൾ ഓടിട്ട് ചെയ്തത് നല്ല നൈസ് ആണ് കേട്ടോ. അതുപോലെ ചുടുകല്ല് കിട്ടാണ് വീട്. ഇതാണ് ഞാൻ പറഞ്ഞ ബെഡ്റൂം. ഇത് നിങ്ങൾക്ക് വേണേൽ റെന്റിന് കൊടുക്കാം. ഇത് കുറച്ച് റെനോവേഷൻ വർക്ക്, കുറച്ചൊരു വർക്കുകൾ ചെയ്യേണ്ടി വരും, ചെറിയ പൊടി വർക്ക്സ്. അപ്പൊ ഇത് ആ മുകളിൽ താഴെ കണ്ട പോലെ അത്രയും സെറ്റപ്പ് അല്ല. ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്തെടുത്താൽ കിട്ടലായിട്ട് റെന്റിന് കൊടുക്കാം. അപ്പൊ നമുക്കിത് റെന്റിന് കൊടുക്കാൻ പറ്റിയ സ്പേസ് എന്ന് പറയാം, കാരണം മുകളിൽ അപ്പൊ അങ്ങനത്തെ ഒരു സ്പേസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ വീട് വരുന്നത്. ഇതിന്റെ വില നിങ്ങൾ കേൾക്കണ്ടേ? അതെല്ലാം കണ്ട റെസിഡൻഷ്യൽ ഏരിയ ആണ്. കണ്ട തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വീടുണ്ട്. നമുക്കിവിടെ നിന്ന് ആറ്റുകാൽ ക്ഷേത്രം പോകുമ്പോൾ ഒരു 1.6 കിലോമീറ്ററും, പിന്നെ നമുക്ക് കൊഞ്ചിറോള ദേവീക്ഷേത്രം അടുത്താണ്, ഒരു 500 മീറ്റർ വരത്തുള്ളൂ. പിന്നെ അതുപോലെ എയർപോർട്ട്, പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും. ആറ്റുകാലിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ നമുക്കിപ്പം അമ്പലത്തറ മിൽമേട് അവിടെ നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് NH ബൈപ്പാസ്സായി. അതുപോലെ കരമന കിള്ളിപ്പാലമൊക്കെ പോകണമെങ്കിൽ അതും അടുത്താണ്. ഒരു 1.5-2 കിലോമീറ്റർ വരും നമുക്ക് കിള്ളിപ്പാലം പോകാൻ. കിള്ളിപ്പാലം പോയി നമുക്ക് കിള്ളിപ്പാലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതേപോലെ നമുക്ക് എന്താ പറയുക, ഇപ്പം കിള്ളിപ്പാലത്ത് പോയ PRS ഹോസ്പിറ്റൽ അടുത്താണ്. അപ്പോൾ ഹോസ്പിറ്റൽ കാര്യങ്ങൾ അടുത്താണ്. പിന്നെ അതുപോലെ നമുക്കിപ്പം മണക്കാട്, നമുക്ക് ഇവിടെ നിന്ന് അടുത്താണ് നമുക്ക് മണക്കാട്. അവിടെ പോയി നമുക്ക് നാഷണൽ കോളേജ് ഉണ്ട്, ഓക്സ്ഫോർഡ് സ്കൂളുണ്ട്, എല്ലാം തൊട്ടടുത്തുണ്ട്. പിന്നെ അമ്പലത്തറ മിൽമേട് അടുത്താണ്. പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആറ്റുകാൽ പോകണം, ആ റോഡുണ്ടല്ലോ അവിടെ ഇപ്പോൾ കുറച്ചുകൂടെ വൈഡനിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഇപ്പം കുറച്ച് ഡെവലപ്മെൻറ്റ്സ് വരാൻ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആറ്റുകാൽ പോകാൻ എളുപ്പമായിരിക്കും, ആറ്റുകാൽ അമ്പലത്തിലൊക്കെ പോകാൻ എളുപ്പമായിരിക്കും. കാരണം അവിടെ കുറച്ച് വൈഡനിങ് വർക്ക്സ് ഒക്കെ നടക്കണമുണ്ട്. അപ്പോൾ അമ്പലത്തറയുടെ അവിടെ നിന്ന് വഴിയൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നല്ല അടിപൊളി ഡെവലപ്മെൻറ്റുള്ള നല്ല ഏരിയയിലാണ് വീട് വന്നിട്ടുള്ള നല്ല ഏരിയയാണ്. കാരണം ഇവിടെ ഇഷ്ടംപോലെ വീടുകൾ വരുന്നുണ്ട്. കണ്ടോ ഈ വീടുകളുണ്ട്. അതേപോലെ ഒരു കാര്യം എന്ന് പറഞ്ഞതാ, റോഡ് നമുക്ക് ഇവിടെ നിന്ന് നേരെ കാണാൻ പറ്റും. കണ്ടോ നമ്മളെ മെയിൻ റോഡ് കല്ലടിമുഖം റോഡാണ്. കണ്ടോ കല്ലടിമുഖം റോഡാണ് ഇതാ കാണുന്നത്. നമുക്കിവിടെ നിന്ന് നേരെ കാണാൻ പറ്റും നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ ബസ് റൂട്ട് എളുപ്പമാണ്, ജസ്റ്റ് ഒരു 100 മീറ്റർ നടന്ന് നേരെ കയറിയാൽ നമുക്ക് മെയിൻ റോഡെത്തി. അവിടെ നിന്ന് ബസ് പിടിച്ച് നമുക്ക് എവിടെ വേണമെങ്കിൽ പോവാം. അപ്പോൾ അതേപോലെ ടാങ്ക് ഇവിടെ നമുക്ക് 3 ലെയറിൻ്റെ ഒരു കിടിലൻ ടാങ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലായിടത്തും ആക്സസ് നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ നല്ല ഇത് വെള്ളം കയറും അങ്ങനെ ഇങ്ങനെയൊന്നും ഉള്ള ഏരിയ ഒന്നുമില്ല. കാരണം അങ്ങനത്തെ ഏരിയ ആയിരുന്നെങ്കിൽ ഇത്രയും വീടുകൾ വരുമോ? നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഈ വീടുകളുണ്ട്, എത്ര വീടുകൾ ഇരിക്കണമെന്നുണ്ടാ? 1, 2, 3, 4, 5, 6 എണ്ണി തീരുന്ന അത്രയ്ക്ക് വീടുണ്ട്. കണ്ടോ പക്ക കരഭൂമിയാണ് ഇത്, പക്ക കരഭൂമിയാണ്. ഇതാ നിങ്ങളെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു കിടിലൻ വീട് വരുന്നുണ്ട്. കണ്ടോ ബേസ്മെന്റ് ടേബിൾ സെറ്റ് ആക്കി ഇട്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു കിടിലൻ വീടാണ് വരാൻ പോണത്. അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഈ ഇത്രയും വില കുറവിലാണ് വീട് ചോദിക്കുന്നത്. കാരണം ഇതിന്റെ വില എത്രയാണെന്ന് അറിയാമോ? വെറും 67 ലക്ഷമാണ്. ചുടുകല്ല് കെട്ട് 5 സെന്റ് 3 ബെഡ്റൂമിന്റെ ചുടുകല്ല് കിട്ടി കിടിലൻ വീടെന്ന് ചോദിക്കണം, വെറും 67 ലക്ഷമാണ്. അതാണ് ഞാൻ പറഞ്ഞ, ഇത് എമർജൻസി അർജന്റ് സെയിലാണ്. ഡയറക്റ്റ് ഓണറിനെ വിളിക്കാം, ഇതാണ് നമ്പർ. ഈ നമ്പറിൽ ഓണറെ തന്നെ വിളിച്ച് സെറ്റ് ആക്കിക്കോ. പിന്നെ ഇതേപോലത്തെ ഇനി ഇവിടെയൊക്കെ വീടുകളൊക്കെ വേണമെങ്കിലേ നമ്മളെ കൊഞ്ചിറോള ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തായാലും ആറ്റുകാലിൻ്റെ അടുത്തായാലും വീടുകളൊക്കെ വേണമെങ്കിൽ നമ്മളെ പേജായി AK പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിരിക്കണം. എങ്കിലേ ഇനിയും വീടുകളൊക്കെ കിട്ടുള്ളൂ. നമ്മളായിരിക്കും ഇങ്ങനത്തെ ഇത്രയും ഡിസ്കൗണ്ടിലുള്ള വീടുകളൊക്കെ ഇനി ഇവിടെ ട്രിവാൻഡ്രത്ത് ഈ കൊഞ്ചിറോളയ്ക്ക് അടുത്തും ആറ്റുകാലിൻ്റെ അടുത്തൊക്കെ ഇനിയും കൊണ്ടുവരണം. അപ്പോൾ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അതുപോലെ ഡയറക്റ്റ് ഓണറിനെ വിളിക്കുക. ഈ വീടിന് ഈ നമ്പറാണ്. ഈ നമ്പറിൽ ഓണറിനെ തന്നെ വിളിച്ച് സെറ്റ് ആക്കാം. ഇത്രയും വില കുറവിൽ ഈ ഒരു ഏരിയ കിട്ടൂല, പെട്ടെന്ന് വിളിച്ചോ.